ഉണ്ണി മുകുന്ദൻ അഭിനയിച്ച മാർക്കോ എന്ന ചിത്രം എത്രയോ നാളുകളായി നമ്മൾ കാത്തിരുന്ന ഒരു ചിത്രമാണ് മാർക്കോ. ഈ മാർക്കോയുടെ ഈ റിലീസിനോടനുബന്ധിച്ച് കുറേ നാൾ മുമ്പ് തന്നെ നടൻ ജഗദീഷ് പറഞ്ഞിരുന്നു, ഈ ചിത്രം മലയാളത്തിൽ ഇതുവരെ ഇറങ്ങിയിട്ടുള്ളതിൽ വെച്ച് ഏറ്റവും കൂടുതൽ വയലൻസ് ഉള്ള ഒരു ചിത്രമാണെന്ന്. അപ്പോൾ ഈ ഒരു ആകാംക്ഷയുണ്ടല്ലോ, എന്തായാലും നമ്മൾ ഈ കിൽ പോലെയുള്ള സിനിമകളൊക്കെ കണ്ടിട്ട്, ഇപ്പോൾ കില്ല് കണ്ടിട്ട് ഒരു 1.25 മണിക്കൂറുള്ള സിനിമയാണെങ്കിൽ ആ സിനിമ മുഴുവൻ കണ്ടിരിക്കുന്നവർക്ക് അവാർഡ് കൊടുക്കണം. അത്തരത്തിലുള്ള ഒരു വയലൻസ് ആയിരുന്നു ആ ചിത്രത്തിൽ. അപ്പോൾ ഈ ഉണ്ണി മുകുന്ദൻ്റെ ചിത്രം, അത് പ്രത്യേകിച്ച് ഒരു മലയാള ചിത്രമാകുമ്പോൾ എന്തായാലും ഒരു പാൻ ഇന്ത്യൻ ചിത്രമെന്ന് തന്നെയാണ് ഇപ്പോൾ ഇത് പറയപ്പെടുന്നത്. പല ഭാഷകളിലും ഇന്ന് തന്നെയാണ് റിലീസും ചെയ്യുന്നത്. എന്തായാലും ഈ ജഗദീഷിൻ്റെ വാക്കുകൾ, കാര്യം അദ്ദേഹം അങ്ങനെ പറയുന്നെങ്കിൽ സ്ട്രെയിറ്റ് ഫോർവേഡായി പറയുന്ന ഒരു മനുഷ്യനാണ് ജഗദീഷ്, നമ്മുടെ സിനിമ നടൻ ജഗദീഷ്. അപ്പോൾ അദ്ദേഹം അന്ന് പറഞ്ഞിരുന്നു, ഈ സിനിമ വയലൻസ് കൂടിയ സിനിമയാണ്, അതുകൊണ്ട് തന്നെ ഈ ചിത്രം തിയേറ്ററുകളിൽ കുട്ടികളെ കൊണ്ടുപോയി കാണിക്കാൻ പാടില്ല എന്നൊക്കെ ഉള്ള 18 വയസ്സിന് മേലെയുള്ളവർ മാത്രമേ ഈ ചിത്രം കാണാവൂ എന്നൊക്കെ പറഞ്ഞിരുന്നു. അപ്പോൾ ഞാൻ കരുതി ഇതിപ്പോൾ ഒരു സിനിമയായാലും അതിൽ അഭിനയിക്കുന്ന വ്യക്തികൾക്ക് ചില അഭിപ്രായങ്ങൾ കാണുമല്ലോ, അവർ ആ സിനിമയെ മോശമായി പറയില്ല, അത് നന്നായി എന്ന് മാത്രമേ അവർ പറയുള്ളൂ. അതായത് സിനിമ നല്ല സിനിമയാണ്, നിങ്ങൾ കാണണമെന്നല്ലേ അവർ പറയുള്ളൂ, അത് അവരുടെ പ്രൊമോഷൻ്റെ ഭാഗമാണ്. അപ്പോൾ ഞാൻ എന്തായാലും അതുകൊണ്ട് തന്നെയാണ് ഈ ഫിലിം ഫെസ്റ്റിവലിനിടയിലാണെങ്കിൽ പോലും ഈ ചിത്രം ഇന്ന് തന്നെ കാണണമെന്ന് ഞാൻ ആദ്യമേ കരുതിയത്. കാര്യം ഈ സിനിമ അത്രയ്ക്കും വേണ്ടി എന്താണ് വയലൻസ് എന്നൊന്ന് അറിയണം, അതിനു വേണ്ടി തന്നെയാണ് ഞാൻ കാത്തിരുന്നത്. എന്തായാലും എനിക്ക് തോന്നുന്നത് മലയാളത്തിൽ ഇതുവരെ ഇറങ്ങിയ വയലൻസ് ചിത്രങ്ങളിൽ, വയലൻസ് എന്ന് പറഞ്ഞിട്ട് തന്നെ ഒരു സിനിമ വന്നിട്ടുണ്ട്, അതിൽ പോലും ഇല്ല ഇത്രയും വയലൻസ്. എന്തായാലും വയലൻസ് എന്ന ഒരു വയലൻസ് ആണ് മെയിൻ കണ്ടൻറ് എന്ന് പറഞ്ഞ് വന്ന ഒരു സിനിമയാണ് ഈ മാർക്കോ എന്ന ചിത്രം. അപ്പോൾ സിനിമയിൽ ഉടനീളം ഫസ്റ്റ് ഹാഫ് പോട്ടെ, സെക്കൻഡ് ഹാഫിൽ മുഴുവൻ ഒരു വയലൻസ് നിറഞ്ഞ ഒരു വിഷ്വൽസാണ് കൂടുതലും ഉള്ളത്. എന്തായാലും കുട്ടികളെ കൊണ്ടുപോയി തിയേറ്ററിൽ ഈ ചിത്രം കാണിക്കാതിരിക്കുന്നതാണ് നല്ലത്. കാര്യം അത് ഒരു മുതിർന്നവർക്കാണെങ്കിൽ പോലും കണ്ടിരിക്കാൻ ഒരു ബുദ്ധിമുട്ടുള്ള തരത്തിലുള്ള വയലൻസ് വിഷ്വൽസാണ് കൂടുതലും ഉള്ളത്. എന്തായാലും ഉണ്ണി മുകുന്ദൻ്റെ ഈ സിനിമ കരിയറിൽ ഇതുവരെ ഉള്ളതിൽ വെച്ച് ഏറ്റവും ഒരു വ്യത്യസ്തതയുള്ള ഒരു ചിത്രം തന്നെ ആണ് ഈ മാർക്കോ എന്ന ചിത്രം. പിന്നെ മറ്റൊരു കാര്യം, ഈ അനീഫ് അദേനി എന്ന് പറയുന്ന ഈ സംവിധായകൻ, അപ്പോൾ അദ്ദേഹത്തിന് ഞാൻ ഈ അനീഫ് അദേനി എന്ന് പറയുന്ന സംവിധായകൻ്റെ ചിത്രം ഞാൻ കാണുന്നത് ഗ്രേറ്റ് ഫാദറാണ്. ആ ഗ്രേറ്റ് ഫാദറിൽ ചില വിഷ്വൽസൊക്കെ ഉണ്ട്. അപ്പോൾ അത് നമ്മൾ മനസ്സിൽ തങ്ങി നിൽക്കുന്ന ചില വിഷ്വൽസ് ഉണ്ട്. ഈ ആര്യ ഈ ഒരു കരിമീൻ കാട്ടിൽ ആരോ മരിച്ചു കിടക്കുന്നത് അന്വേഷിച്ച് വരുന്ന ഒരു സീനൊക്കെ ഉണ്ട്. അവിടെയൊക്കെ ചില വ്യത്യസ്തമായ വിഷ്വൽസ് പ്രേക്ഷകനിലേക്ക് പകരാൻ അദ്ദേഹത്തിന് ഈ ഹനീഫ് അദേനി എന്ന് പറഞ്ഞ സംവിധായകൻ ശ്രമിച്ചിട്ടുണ്ട്. എന്തായാലും ഹനീഫ് അദേനി ഒരു സംവിധാനത്തിൽ ഒരു പ്രഗത്ഭനായ ഒരു സംവിധായകൻ തന്നെയാണ്. കാര്യം അദ്ദേഹത്തിൻ്റെ കുറേ അഡിഷൻസ്, വിഷ്വലിൽ ഒരു വെറൈറ്റി വിഷ്വൽസ് പ്രേക്ഷകന് കാണിച്ചു തരാനുള്ള കഴിവുമെല്ലാം ഹനീഫ് അദേനി എന്ന സംവിധായകന് കൂടുതലായിട്ട് എനിക്ക് അന്നേ തോന്നി. അപ്പോൾ എന്തായാലും അദ്ദേഹം ഇങ്ങനെ തുടർച്ചയായി സിനിമ എടുക്കുന്ന വ്യക്തിയല്ല, ഒരു ഗ്യാപ്പ് കുറച്ച് കഴിഞ്ഞൊരു സിനിമ അങ്ങനെ എടുക്കുന്ന ഒരാളാണ്. എന്തായാലും ഈ ഹനീഫ് അദേനിക്കും ഉണ്ണി മുകുന്ദനും ഈ ചിത്രം ഒരു ബ്രേക്ക് ആവാൻ പോകുന്നു എന്നുള്ളതിൻ്റെ സൂചനയാണ് എനിക്ക് സിനിമ കണ്ടപ്പോൾ തോന്നിയത്. പിന്നെ വയലൻസ്, അത് നമ്മൾ സിനിമയിൽ കാണുമ്പോൾ, സിനിമയിൽ ചിലപ്പോൾ നമ്മൾ വയലൻസ് ഉള്ള സിനിമ കാണാൻ പോകുമ്പോൾ അതിൽ വയലൻസ് തന്നെ ആയിരിക്കില്ലേ. അപ്പോൾ കോമഡി സിനിമയാണെങ്കിൽ കോമഡി ആയിരിക്കും. അപ്പോൾ ഒരു സിനിമയുടെ ഒരു രീതിയാണ്. അപ്പോൾ ഒരു വിഷയമാണ് പറയുന്നതെങ്കിൽ അതിൽ വയലൻസ് ആയിരിക്കും, അല്ലെങ്കിൽ കോമഡി ആണെങ്കിൽ കോമഡി ആയിരിക്കും. അപ്പോൾ അതിലത് ചില സിനിമയിൽ കോമഡി കൂടി എന്ന് പറയുന്ന പോലെ ഇതിൽ സ്വപ്പം വയലൻസ് കൂടി, അല്ലെങ്കിൽ ഇതുവരെ ഉള്ളതിൽ വയലൻസ് കൂടുതലുള്ള സിനിമയാണ് എന്നേ ഉള്ളൂ. അപ്പോൾ എന്തായാലും ഉണ്ണി മുകുന്ദൻ ഒരു നെക്സ്റ്റ് ലെവലിലേക്ക് കടക്കുന്നതിൻ്റെ ഒരു സൂചനയാണ് ഈ മാർക്കോ എന്ന ചിത്രം. എന്തായാലും 18 വയസ്സിന് മുകളിലുള്ളവർ തിയേറ്ററിൽ പോവുക, ഈ ചിത്രം കണ്ട് ആസ്വദിക്കുക. ഈ ചിത്രത്തിൻ്റെ മേക്കിങ്ങും ഈ ചിത്രത്തിൻ്റെ ബാക്ക്ഗ്രൗണ്ട് സ്കോറും പിന്നെ ഈ ചിത്രത്തിൻ്റെ ഒരു പെർഫെക്ഷനും ഹനീഫ് അദേനി ടച്ചാണ് ഈ സിനിമയ്ക്കുള്ളത്. എന്തായാലും തിയേറ്ററിൽ തന്നെ കണ്ട് നിങ്ങൾ തീരുമാനിക്കുക.